ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് നെപ്പാം ഗേൾ എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു പെൺകുട്ടി അനുഭവിച്ച, അതായത് വിയറ്റ്നാം വാറിൽ ഒരു പെൺകുട്ടി അനുഭവിച്ച ദുരന്ത അനുഭവത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ പറയുന്നത്, വാർ എപ്പോഴും നമ്മൾ നമ്പറായിട്ടാണ് റിമെമ്പർ ചെയ്യുക. അതായത് യുദ്ധം, അടികൾ, അതായത് എന്തൊക്കെ നഷ്ടപ്പെട്ടു, അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ആലോചിക്കുക. പക്ഷേ ശരിക്കും അത് എഴുതി വച്ചിട്ടുള്ളത് മനുഷ്യന്മാരുടെ ശരീരത്തിലും അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ഹൃദയത്തിലാണ്. അതായത് യുദ്ധം എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ട മനുഷ്യന്മാരുടെ ടു ഇമ്പാക്റ്റ് ഈസ് റിട്ടൺ ഓൺ ഹ്യൂമൻ ബോഡീസ് ആൻഡ് ക്യാരിഡ് ഇൻ ഹ്യൂമൻ ഹേർട്ട് എന്നാണ്. അതായത് അവരുടെ മനസ്സിലും ശരീരത്തിലാണ്. കാരണം ചില ആക്രമിക്കപ്പെട്ടവരുടെ പാടുകൾ വർഷങ്ങളായിട്ടും അവരുടെ ശരീരത്തിൽ നീണ്ടു നിൽക്കുമെന്നാണ് പറയുക. അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളും ചിൽഡ്രനും അവരുടെ ഓരോ അവരുടെ നഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടാവും. അതായത് ചിൽഡ്രൻസിന് അവരുടെ എഡ്യൂക്കേഷൻ നഷ്ടപ്പെടും. അങ്ങനെ ഓരോ സംഭവങ്ങളും ഉണ്ടാവും. വൺ ഓഫ് ദ മോസ്റ്റ് ഹോണ്ടിങ് റിമൈൻഡർ ഓഫ് ദിസ് റിയാലിറ്റി ഈസ് സിംഗിൾ സെർച്ചിങ് ഫോട്ടോഗ്രാഫ് ഫ്രം ദ വിയറ്റ്നാം വാർ. അതായത് 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ നേക്കഡായിട്ടുള്ള പിക്ക് ഇപ്പോഴും ഉണ്ട് നെപ്പാം ഗേളിൽ. നെപ്പാം എന്ന വാക്കിൻ്റെ അർത്ഥമേ ക്രൂരത എന്നാണ്. അവളെന്തൊക്കെയാണ് കുറേ ഫേസ് ചെയ്തിട്ട് കുറേ വേദനകളും അതായത് ദുരൂഹമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവൾ ആ ചെറുപ്രായത്തിൽ തന്നെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഭിമുഖീകരിച്ചിട്ടുണ്ട്. അവളുടെ പേരാണ് പാൻ ദി കിം ഫോലിക്. അതായത് ഈ ചാപ്റ്ററിൻ്റെ ഓതർ അവൻ്റെ അനുഭവമാണ് പറയുന്നത്. അവളെന്താണ് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഫോട്ടോ ആണ് കാണിക്കുന്നത്. അതായത് അതൊരു ഐക്കോണിക്കായിട്ടാണ് പറയുന്നത്. അതായത് അവളുടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ ഫോട്ടോ ഒരു ഐക്കോണിക് പിക്ചറായിട്ടാണ്. കാരണം അവളുടെ ഓടി രക്ഷപ്പെടാൻ പോണ പിക്ചർ വർഷങ്ങളായിട്ടും ആളുകൾ ഓർക്കുന്നുണ്ട്. ആ ഇമേജ് ഷൂട്ട് ചെയ്തത് ജൂൺ 8, 1972 അവളുടെ എല്ലാ ഫിസിക്കൽ പെയിൻസും, അതായത് അവളുടെ ശരീരവേദന ഉൾക്കൊണ്ടും അവളുടെ ഇമോഷണൽ ട്രോമ, അതായത് അത് വളരെ കൊച്ചുപ്രായത്തിൽ തന്നെ അനുഭവിക്കപ്പെടുന്ന ഒരു സംഭവമാണല്ലോ, അതിനെ ഇമോഷണൽ ട്രോമ എന്നാണ് പറയുക. അങ്ങനെ അവളുടെ അനുഭവം പറയുന്നതായാണ് ഈ ചാപ്റ്ററിൽ ഉടനീളമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ കിം അവൾക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതായത് അവളുടെ ഫോർഹെഡിന് മുകളിലൂടെ ഇങ്ങനെ നെപ്പാം എന്ന ആസിഡ് ഇങ്ങനെ വീഴുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൾ ആലോചിക്കുകയാണ്. ആ നെപ്പാം എന്ന ആസിഡ് അവളുടെ ശരീരത്തിലേക്ക് വീഴുകയും അവളുടെ സ്കിന്നിൽ പോവുകയും അവളുടെ അതായത് ഉരുകിക്കൊണ്ടിരിക്കുന്ന കൈയും, അതായത് ഷീ റിയലൈസ്ഡ് ദാറ്റ് ഹാഡ് ബീൻ ബാഡ്ലി ഇഞ്ചുറിഡ്, അതായത് അത്രയും ക്രൂരമായിട്ട് തന്നെ അവൾക്ക് പരിക്ക് പറ്റിയെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ കുറേ വർഷത്തിന് ശേഷം, ഈ അറ്റാക്കിന് ശേഷം കിം എന്താണ് ഒരുപാട് വെറുക്കുകയാണ് അവളുടെ ഫോട്ടോ. കാരണം അത് ഒരു നേക്കഡ് പിക്ചർ ആയിരുന്നല്ലോ. അതായത് അവൾ ഫിസിക്കലി ഒരുപാട് തകർന്നിരിക്കുകയും നേക്കഡായിട്ടും ബേൺഡായിട്ടും എക്സ്പോസ്ഡായിട്ട്, അതായത് ലോകത്തിന് മുമ്പ് അവളുടെ നഗ്നമായ ശരീരം എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. ഷീ ഫെൽറ്റ് അസൈമഡ് ആൻഡ് വയലൻറ്റഡ്. അവളെന്താണ് ഒരു നാണം കെട്ട അവസ്ഥയാണ് അവൾക്ക് ഉണ്ടാക്കുക. ഫോർ എവർ ദ ഫോട്ടോഗ്രാഫ് ആസ് എ റിമൈൻഡർ ഓഫ് ഹൊറർ, പെയിൻ ആൻഡ് ഹെൽപ്ലെസ്. ഈ ഫോട്ടോഗ്രാഫ് എന്താണ് ഒരു നിസ്സഹായതയുടെ പ്രതീകമാണ്. ഫോളോയിങ് ദ അറ്റാക്ക് കിം എൻഡ്യൂർഡ് ഇയേഴ്സ് ഓഫ് ഫിസിക്കൽ സഫറിങ്. അപ്പോൾ ഈ അറ്റാക്കിന് ശേഷം അവൾക്ക് ഫിസിക്കൽ സഫറിങ്സ് ഉണ്ടായിരുന്നു. അതായത് ശരീരത്തിൽ ഒരുപാട് പാടുകളുണ്ടായിരുന്നു. 17 മെഡിക്കൽ ഓപ്പറേഷന് അവളുടെ സ്കിന്നൊന്ന് റെഡിയാക്കാൻ വേണ്ടി നടന്നു. എവൻ ഡിസൈഡ് ഹാസ് ഷീ ഡിസ്കവേർഡ് എ സ്കെയർ ഫീലിംഗ് ലൈക്ക് ബഫല്ലോ സ്കിൻ. കാട്ടുപോത്തിൻ്റെ സ്കിന്ന് പോലെ നല്ല കട്ടിയുള്ള സ്കിന്നായി മാറുകയായിരുന്നു ചെയ്തിരുന്നത്. അവൾക്കെന്താണ് വിയർക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ദിസ് ലെഫ്റ്റ് ഹെർ ബോഡി കോൺസ്റ്റൻ്റ്ലി ഓവർ ഹീറ്റിംഗ്. അങ്ങനെ അവളുടെ ശരീരം ചൂടാവാൻ തുടങ്ങി. മേക്കിംഗ് ഹെർ ഫാറ്റിഗ്യൂഡ് ആൻഡ് പ്രോൺ ടു ഹെഡാച്ചേസ്. തലകർക്കൊക്കെ അവൾക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. ഹെർ പെയിൻ വാസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ പെയിൻ. അതായത് അവളുടെ പെയിന് ഫിസിക്കൽ പെയിൻ മാത്രമായിരുന്നില്ല, ഇമോഷണൽ പെയിൻ കൂടിയായിരുന്നു. അങ്ങനെ അവൾ സങ്കടപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സങ്കടപ്പെടുന്നു എന്ന് തന്നെ അവൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ 1982 അവൾ ഒരുപാട് ഇങ്ങനെ അവളുടെ ചിന്തകൾ ഇങ്ങനെ കൂടി, അവൾ ഒരുപാട് ഇങ്ങനെ അനുഭവിച്ചു. അങ്ങനെ അവൾ സൂസൈഡ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു. പിന്നെ അവൾ ഇങ്ങനെ വിചാരിച്ചു,
ഡെത്ത് വാസ് ഓൺലി എസ്കേപ്പ് ഫ്രം ഓൺ ഗോയിങ് പെയിൻ. അവളുടെ ഈ പെയിൻ എന്നുള്ള ഒരു എസ്കേപ്പ് എന്താണ്, ഡെത്ത് മാത്രമാണ്. അതായത് മരണം കൊണ്ട് മാത്രമേ അവൾക്ക് മാറാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അവൾ പ്രതീക്ഷയില്ലാത്ത ആളായി മാറുകയാണ്. അതായത് ഇനിയൊന്നും ചെയ്യാനില്ല അവളുടെ ജീവിതത്തിൽ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു അവൾ. ഷിസ് കെയേഴ്സ് ബോത്ത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ബിക്കെയിം അൺബിയറബിൾ. അപ്പോൾ അവളുടെ ശരീരത്തിൽ വിസിബിൾ ആയിട്ടുള്ളതും വിസിബിൾ ആവാത്തതുമായ ഒരുപാട് പാടുകൾ ഉണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് നിരാശയും അതിലൂടെ ഉണ്ടാവുകയുണ്ടായി. കിം പാക്സ് ടു ഹീലിംഗ് ബിഗാൻ എ ലൈബ്രറി ഇൻ സാഗൺ വേർ ഷീ റീഡ് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്. ഷീ മൂവ്ഡ് ബൈ ദ സ്റ്റോറി ഓഫ് ജീസസ് ഹു സഫർഡ് ഗ്രേറ്റ്ലി ആൻഡ് സ്റ്റിൽ ഫോർഗേവ്. അതായത് അവൾ ജീസസിൻ്റെ സ്റ്റോറി വായിച്ചതോടുകൂടി അവൾ ഫോർഗീവ് ചെയ്യാൻ, അതായത് ക്ഷമിക്കാനായി ശ്രമിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വർഷത്തെ ക്രിസ്മസിൽ കിം എന്ത് ചെയ്തു, ക്രിസ്ത്യനായി മാറുകയാണ് ചെയ്തത്. ആ മൊമെൻ്റ് അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റമാണ് സംഭവിച്ചത്, ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്തത്. അവളുടെ മനസ്സ് ഒരു ശാന്തമായി മാറുകയാണ് ചെയ്തത്. അവളുടെ ദേഷ്യമൊക്കെ മാറി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് തുടങ്ങിയത്. ഒരു പ്രേയിങ് ലിസ്റ്റ് തന്നെ അവൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ മദറായി, അതായത് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി. അപ്പോൾ കിം ഹാഡ് അനദർ പവർഫുൾ വേ ഓഫ് ഹീലിംഗ്. അപ്പോൾ അവൾക്ക് അതൊക്കെ ആയപ്പോൾ തന്നെ അവൾക്കൊരു ഹീലിംഗ്, വേറൊരു ഹീലിങ്ങിൻ്റെ ഭാഗം കിട്ടി. മക്കളിലൂടെ ഹെർ ചിൽഡ് സ്റ്റോർഡ് ആൻഡ് കിസ്ഡ് ഹെർ സ്കാർ. അവളുടെ ഓരോ മുറി പാടുകളിലും മക്കൾ ഉമ്മ വയ്ക്കാൻ തുടങ്ങി അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അവളുടെ the simple gesture moved her deeply and she felt seen and accepted, not as a Nepal girl but as a mother. അവൾ ഒരു അമ്മേൻ്റെ രീതിയിൽ അതൊക്കെ അവളുടെ ആ അവസ്ഥകളങ്ങ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. I loved despite her scares. The unconditional love of her child helped her accept her body and her story in a new way. അതായത് മക്കളുടെ സ്നേഹം കൊണ്ട് അവളുടെ ഈ ബുദ്ധിമുട്ടുകൾ അവളെ അക്സെപ്റ്റ് ചെയ്തു. കാരണം സഫർ ചെയ്ത ട്രോമകൾ അവൾക്കത് മറക്കാനും അതിനൊരു പുതിയ ജീവിതത്തിലേക്ക് വരാനും അവളെ സഹായിക്കുകയാണ് ഉണ്ടായത്. ഇറ്റ് റീഎൻഫോഴ്സ്ഡ് ദ ഹീലിംഗ് ഡസ് നോട്ട് ആൾവേസ് കം ത്രൂ മെഡിസിൻ, സംടൈം ഇറ്റ്സ് കംസ് ടു കണക്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഈ ഹീലിംഗ് എന്ന് പറയുന്നത് മെഡിസിൻ, അതായത് മരുന്ന് കഴിച്ചതിലൂടെ ഒരിക്കലും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കണക്ഷനും അണ്ടർസ്റ്റാൻഡിങ്ങും. പിന്നെ അടുത്ത പാരഗ്രാഫിൽ പറയണത് കിം ഓഫൻ ഷെയർ ഹെർ സ്റ്റോറി വിത്ത് ചിൽഡ്രൻ. അവളുടെ മക്കളോട് അവളുടെ സ്റ്റോറീസൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അവളുടെ കുട്ടികൾ ചോദിച്ചു, വൈ ആർ യു സോ നേക്കഡ്? അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നേക്കഡായിട്ടുള്ള പിക്കാണല്ലോ അമ്മൻ്റെ കാണുന്നത്. വൈ ആർ യു കെയറിങ് why are you crying? She answered honestly, because the bomb burned me. അതായത് ഈ ബോംബ് അവളുടെ മേത്തിങ്ങനെ വന്നു ചേർന്നു. അതായത് അവളുടെ ശരീരം ഇങ്ങനെ മെൽട്ടായിപ്പോയി, അവളുടെ സ്കിന്നൊക്കെ. ഷി ഹാസ് ലേൺഡ് ദാറ്റ് വെരി യങ് ചിൽഡ്രൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് സഫറിങ്. അപ്പോൾ അതിലൂടെയാണ് അവൾ മനസ്സിലായത് ചെറിയ കുട്ടികൾക്കും സഫറിങ്ങിനെ കുറിച്ചിട്ട് മനസ്സിലാവുന്ന, അതായത് ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. ആൻഡ് ക്യാൻ റെസ്പോണ്ട് വിത്ത് കമ്പാഷൻ, അനുകമ്പ. അവളുടെ മക്കളുടെ ഈ ചോദ്യങ്ങൾ, അതായത് അമ്മ എന്തുകൊണ്ട് കരയുന്നു, അമ്മ എന്താണ് നേക്കഡായിട്ടുള്ളത് എന്നുള്ള മക്കളുടെ ചോദ്യങ്ങളിലൂടെ അവൾക്ക് മനസ്സിലായി അവളുടെ മക്കൾക്കും ഒരു അനുകമ്പയുണ്ട് അവളോട്. വെൻ ഷീ ഷോ ദം ഹെർ സ്കാർ they were deeply empathetic. One child said, I don't want you suffer that much, and then kissed her. This moment confirmed that her story could be used to teach love, no hated. അപ്പോൾ അവളുടെ ആ മുറിവുകൾ കണ്ട് സങ്കടപ്പെട്ടിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ അവനെ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കും. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവാം അവളുടെ സ്റ്റോറീസ് എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടാനാണ്, അല്ലാതെ ദേഷ്യപ്പെടുക, അല്ലാണ്ട് ദേഷ്യം എന്നുള്ള ഒരു സംഭവം പോലും അവളുടെ സ്റ്റോറീസിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇന്ന് കിം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവളുടെ ലൈഫ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്. അതായത് വിക്ടിം ഓഫ് യുദ്ധത്തിന് ഇരയാക്കപ്പെട്ട ആൾക്കാരുടെയും ട്രോമ, അതായത് ബുദ്ധിമുട്ട്, ഒരു ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ട്രോമയായിട്ടിരിക്കുന്നവരുണ്ടാവുമല്ലോ, അവരെയും, അതായത് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവൾ
ജീവിക്കുന്നത്. ഷീ സപ്പോർട്ട് ഹോസ്പിറ്റൽ, സ്കൂൾസ്, ഓർഫനേജ്, അനാഥ കുട്ടികളെയും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ അവൾ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ അവളുടെ വർക്ക് ഒരിക്കലും ചാരിറ്റി മാത്രമായിരുന്നില്ല. അത് റിലേഷൻഷിപ്പും എമ്പതിയും ലവും എല്ലാം കൂടി ബന്ധപ്പെട്ടതായിരുന്നു. കാരണം മറ്റുള്ളവരിനെ ഹെൽപ്പ് ചെയ്യുക എന്നതായിരുന്നു. She explains that she no longer works because it's her duty or her mission, but because she has experienced suffering and want to helping others who are suffering. ഇത് അവളുടെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അവൾ ഉദ്ദേശിക്കുന്നത് അവൾ കുറേ സഫർ ചെയ്തു, അതുകൊണ്ട് തന്നെ സഫർ ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യുക എന്നൊരു മൈൻഡ് സെറ്റിലേക്കാണ് അവൾ വരുന്നത്. അതായത് ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് കിം എന്ന വ്യക്തി അവളോട് ദ്രോഹം ചെയ്തവരെ തിരിച്ച് ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് മോശം വരാനായി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് നല്ലത് വരാൻ വേണ്ടിയാണ് അവൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ വളരെ കൊച്ചിലെ തന്നെ അവൾ അനുഭവിച്ച ഇമോഷണൽ ട്രോമ അതുപോലെ അനുഭവിച്ച മറ്റു കുട്ടികളെ സഹായിക്കുകയാണ് ഇവിടെ കിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിം എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.